രാജ്യത്തെ മികച്ച ഏലം കർഷകനുള്ള ദേശീയ പുരസ്കാരം മില്ലനെയർ ഫാർമർ ഓഫ് ഇന്ത്യ പാലാ സ്വദേശി വിജെ ബേബി വെള്ളിയപ്പള്ളിയിൽ കരസ്ഥമാക്കി. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്നും ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് മേള ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള മികച്ച കർഷകരുടെ വിജയഗാഥകൾ അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, കൃഷിജാഗരങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ പുരോഗമന കർഷകരെയും കാർഷിക നവീകരണങ്ങളെയും ആദരിക്കുകയും കൃഷിയുടെ ഭാവി രൂപപ്പെടുന്നതിന് ആഗോള നേതാക്കളെയും ദർശനക്കാരെയും ഒരുമിച്ച് അണിനിരത്തുകയും ചെയ്തു വരുന്നു. പുരോഗമന കർഷകരുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ഈ നാഴികക്കല്ല് കാർഷിക മേഖലയിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രദർശിപ്പിക്കുന്നു. കാർഷിക ഭൂപ്രകൃതിയെ പ്രചോദിപ്പിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമായി ആഗോള കാർഷിക നേതാക്കളും പ്രഭാഷകരും ഒത്തുകൂടി. കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിക്ക് പുറമെ ഡോക്ടർ ഹിമാൻഷു പഥക്, ഡോക്ടർ GS ഗൗതക്, ഡോക്ടർ തിലക് രാജശർമ്മ, MC ഡൊമിനിക്, ഡോക്ടർ രമേശ് ചന്ദ്, മമത ജെയിൻ എന്നിവരാണ് വിവിധ സെക്ഷനുകളിൽ ക്ലാസ് നയിച്ചത്. അവാർഡ് ജേതാവായ വിജെ ബേബി പ്രമുഖ പ്ലാന്ററായിരുന്ന പാല വെള്ളിയപ്പള്ളിയിൽ പരേതനായ VM ജോസഫിന്റെ പുത്രനാണ്. ഡിഗ്രി പഠനത്തിന് ശേഷം പിതാവിനൊപ്പം കാർഷിക മേഖലയിലേക്ക് കടന്ന ഇദ്ദേഹം കഴിഞ്ഞ 45 വർഷമായി കാർഷിക വ്യാവസായിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. പാലായിലെ പ്രമുഖ വ്യാപാരി വിജെ ബേബി വെള്ളയപ്പള്ളി, അദ്ദേഹത്തിന് മില്ലനെയർ ഫാർമർ ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റിന്റെ മികച്ച ഏല കർഷകനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്ന് അത് ഏറ്റുവാങ്ങി. അപ്പോൾ പാലക്കാരൻ എന്നുള്ള നിലയിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നപ്പോൾ അത് ഏത് തരത്തിലുള്ള അവാർഡാണ്, എന്താണ്, കർഷകരെ എങ്ങനെയാണ് അത് പരിഗണിച്ചത് എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഒരു ഇതുണ്ട്. അപ്പോൾ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ അത് കാര്യം നിങ്ങളോട് പറയാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ നാളെ നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിൽ വെച്ച് കേരള ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തെ വൈകിട്ട് 8 മണിക്ക് നാളെ തിരിക്കുന്നുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് അവാർഡിൽ നിന്ന് ശ്രീ വിജയ ബേബിയുടെ അർഹനായി എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ നിങ്ങളോട് വിവരിക്കുന്നത്. ഈ പുരസ്കാരം നേടിയെടുത്തത് ഇടുക്കിയിലുള്ള രാജാക്കാട് പാല എസ്റ്റേറ്റിലെ നവീനമായ ഏല കൃഷിക്കാണ്. കൃഷിയിൽ നിന്നും പുതിയ തലമുറ അകലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പുത്രൻ ജോയൽ മൈക്കിളും സജീവമായി കൃഷി രംഗത്തുണ്ട്. എനിക്ക് ഈ അവാർഡിന് അർഹനാകാൻ കാരണം എൻ്റെ പിതാവ് 35 കൊല്ലമായി ഏലം ഫീൽഡില് രാജാക്കാടുള്ള പാല വെള്ളിയപ്പള്ളി എസ്റ്റേറ്റ് എന്ന പേരിൽ വാങ്ങിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഡിഗ്രിക്ക് ശേഷം ഞാൻ ഈ ഏലത്തിൻ്റെ കൃഷിയിൽ ഇറങ്ങി 35 കൊല്ലമായിട്ട് ഈ ഏലം കൃഷിയിൽ ലാഭവനായി ഇരിക്കുകയും അതിൻ്റെ ഫലമായി ജൈവവളങ്ങളും പ്രയോഗിച്ച് കൃഷി രീതി നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷി ചെയ്തതിൻ്റെ ഫലമായി കൂടുതൽ ഏലക്കൾ ഉൽപ്പാദിപ്പിക്കുവാനും നല്ല രീതിയിൽ കെമിക്കൽ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഏലത്തിൻ്റെ ക്വാളിറ്റി നന്നാക്കി നല്ല ബോൾഡുള്ള ഏലക്ക എടുക്കുവാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സെന്ററുകൂടെ ചേർന്ന് അവരുടെ പാനലിൽ അടങ്ങിയ ഒരു പാനൽ മുഖാന്തരമാണ് എനിക്ക് ഈ അവാർഡിന് അർഹനാകാൻ കാരണം. ഏലം കൃഷിയിൽ പുതുവിപ്ലവം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഓസ്ട്രേലിയയിൽ നിന്നും എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് നേടിയിട്ടുള്ള ജോയൽ. വാർത്താ സമ്മേളനത്തിൽ വിജെ ബേബി, ബൈജു കൊല്ലംപറമ്പിൽ, ജോസുകുട്ടി പൂവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. i4A ന്യൂസ്, പാല.